ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റാണ്. എനിക്ക് ആ സബ്ജക്ട് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ താല്പര്യമില്ല. എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാണ്. നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാഥയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇത് സത്യമാണോ എന്ന്. ഓക്കെ, ഒരിക്കലും ഒരു യുവാവുണ്ടായിരുന്നു, നല്ല ശമ്പളമുള്ള, എല്ലാവരും കൊതിക്കുന്ന ഒരു ജോലി. പക്ഷേ അവന്റെ മനസ്സ് നിറയെ സിനിമയും അതുപോലെ തന്നെ ക്യാമറയും ഒക്കെ തന്നെയായിരുന്നു. ഒടുവിൽ ആ ഒരു സുരക്ഷിതമായിട്ടുള്ള ജോലി ഉപേക്ഷിച്ച് അവൻ തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഇറങ്ങി തിരിച്ചു. തുടക്കത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ സോഷ്യൽ മീഡിയയിൽ അവൻ ശ്രദ്ധിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുന്നത്. സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. അവർ വിവാഹിതരായി. പിന്നീട് സോഷ്യൽ മീഡിയയിൽ കണ്ടത് അവരുടെ പ്രണയത്തിന്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു. ആനിവേഴ്സറിക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളും വിദേശ യാത്രകളും അങ്ങനെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. അതായത് ഓൺ സ്ക്രീനിൽ അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കപ്പിൾസ് തന്നെ അറിയപ്പെട്ടിരുന്നു. ഒരു സിനിമാ കഥ പോലെ മനോഹരമായിട്ടുള്ള ജീവിതം. പക്ഷെ ആ സിനിമാ കഥയിലെ പെട്ടെന്ന് തന്നെ ഒരു വില്ലൻ കടന്നു വന്നു. വില്ലൻ ഒരു വ്യക്തി ആയിരുന്നില്ല കേട്ടോ, മറിച്ച് ജീവിതത്തിലെ ക്രൂരമായിട്ടുള്ള യാഥാർത്ഥ്യമായിരുന്നു. ഒരാഴ്ച മുൻപ് വരെ ഒന്നിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു നിന്ന ആ ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ മറ്റൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോയി. കേവലം 1 വർഷം മാത്രം നീണ്ടു നിന്ന ആ പെർഫെക്റ്റ് പ്രണയകഥ അവിടെ അവസാനിച്ചു. ആ യുവാവ് ഇപ്പോൾ ഒറ്റയ്ക്കായി. അവന്റെ സ്വപ്നങ്ങളും കരിയറും എല്ലാം ചോദ്യചിഹ്നമായിട്ട് മാറി. കൂട്ടുകാരെ, കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ കഥ പോലെ തോന്നാമല്ലേ? പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊരു യഥാർത്ഥ സംഭവമാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ട് മനം നിറഞ്ഞ യൂട്യൂബർ ആയിട്ടുള്ള അഖിൽ NRD. അഖിലിന്റെയും മേഘയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ ഇപ്പോൾ മലയാളം സൈബറിടങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ പിന്നിലെ സത്യം? ഓൺ സ്ക്രീനിൽ നമ്മൾ കാണുന്നതാണോ യഥാർത്ഥ ജീവിതം? ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാഥയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇത് സത്യമാണോ എന്ന്. ഓക്കെ, ശരിക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട് പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവൾ പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ളൊരു കൊച്ചായിരുന്നു. പുള്ളിക്കാരിൻ്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖിൽ ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. പുള്ളിക്കാരൻ ഇന്നും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടിരാനും പറ്റത്തില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളി ഉണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റപ്പ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. വിവരം അഖിൽ അറിയുന്നു. ആദ്യം അഖിൽ പേടിച്ചു നോക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്തു, ശരിക്കും എന്താണ് പറ്റിയെന്നൊന്നും അറിയാതെ അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗ് എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഒരു കൂട്ടുകാരെ, വളരെ വ്യത്യസ്തമായിട്ടുള്ളതും ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളെയൊക്കെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞ ഈ ഒരു വിഷയത്തെ കുറിച്ച്. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടായിരിക്കാം യൂട്യൂബർ അഖിൽ NRDയുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആദ്യമൊക്കെ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോഴേ ഞാനടക്കം ഭൂരിഭാഗം പേരും വിചാരിച്ചത് എന്താണ്, ഇത് വെറും ഗോസിപ്പുകൾ മാത്രമായിരിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വാർത്തകളായിരിക്കാം എന്നുള്ളതാണ്. കാരണം ആരും അത് പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല. ഏകദേശം 1 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം, മേഘയുടെയും അഖിലിന്റെയും വിവാഹം നടത്തിയത്. മർച്ചന്റ് നേവിയിൽ നല്ലൊരു ജോലി വരെ ഉപേക്ഷിച്ച് സ്വന്തം പാഷനായിട്ടുള്ള സിനിമ യൂട്യൂബ് രംഗത്തേക്ക് വന്ന ഒരു പയ്യനായിരുന്നു അഖിൽ. മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള, സ്വന്തമായിട്ട് നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാള്. ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായ, പക്ഷേ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ 2 വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞിട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പക്ഷെ കുറേ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. സ്മാർട്ടാണ്, കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലെ. ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന്. ഒരാഴ്ച മുൻപ് പോലും ഈ അഖിലിന്റെ മഹാരാജാസ് എന്ന സിനിമയുടെ ഒരു പ്രൊമോഷന് രണ്ടുപേരും ഒന്നിച്ച് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നൊന്നും ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ സന്തോഷത്തോടെ നിന്നവരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നും. മേഘ മറ്റൊരു വ്യക്തിക്കൊപ്പം പോയി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പൊ നിറയുന്നത്. നൂറനാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചർച്ചകളിൽ ഈ ഒരു മേഘ സ്വന്തം നിലപാട് ഉറച്ചു നിന്നു എന്നാണ്. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുവരെ അഖിലിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് ഒരു പ്രതികരണവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് ആർക്കും പറയാനും പറ്റില്ല. എങ്കിലും വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞാണ് പല മുതിർന്ന ബ്ലോഗർമാരും ഈ ഒരു വിഷയം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു സത്യമുണ്ടെന്ന് കരുതാതിരിക്കാനും പറ്റില്ല. കൂട്ടുകാരെ, ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഇത്രയും ആളുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥ വളരെ ചെറുതൊന്നുമല്ല. പുറമേ കാണുന്ന ലൈഫ് പോലെ ആയിരിക്കില്ല പലരുടെയും വ്യക്തി ജീവിതം എന്ന് തെളിയിക്കുന്ന ഒന്നുകൂടി തന്നെയാണിത്. ചില ആളുകളൊക്കെ കമന്റ് ബോക്സിലൊക്കെ വന്ന് ഈ വിഷയത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ട്രോൾ ചെയ്യുന്നതും അനാവശ്യമായിട്ട് വ്യക്തിഹത്യ നടത്തുന്നതൊക്കെ കണ്ടു. ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കുടുംബത്തെയും വ്യക്തികളെയും പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്നത് അത്ര ശരിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വന്ന ടൈമിൽ തന്നെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഹാൻഡിലുകളൊക്കെ ഭയങ്കര റീച്ചാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കേസ്. അത് അത്രയും ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് അഖിൽ എന്നുള്ള വ്യക്തി അതിൽ ഒരാളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരാളുടെ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം മാറിയെന്നും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബയോയിൽ നിന്നും ഭർത്താവിന്റെ പേര് ഒഴിവാക്കി എന്നൊക്കെ കണ്ട് ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തും. ഒരു വ്യക്തി തന്റെ പേജിൽ വരുത്തുന്ന ചെറിയൊരു മാറ്റം പോലും പ്രേക്ഷകർക്ക് അതൊരു വിവാഹമോചന വാർത്തയോ അല്ലെങ്കിൽ ഒളിച്ചോട്ടം മാറ്റോ ഒക്കെ ചിത്രീകരിക്കും. ഇവിടെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും കുറച്ചുകൂടി പ്രൊഫഷണലിസവും അല്ലെങ്കിൽ മനുഷ്യത്വവും കാണിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് അഖിൽ തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചെയ്ത് ഈ ഒരു ചുവട് വെച്ച് തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനൊരു സമയത്ത് അദ്ദേഹത്തിന്റെ പേരിൽ വരുന്ന ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ മാനസികമായിട്ട് ഒരു വ്യക്തി എത്രത്തോളം തളർത്തുമെന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ മറ്റൊരു കാര്യം, രണ്ട് വ്യക്തികൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും വിയോജിപ്പുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഇത്തരം വാർത്തകൾക്ക് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഫെയിമിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചർച്ചയായതും ഈ ഒരു വിഷയം ചർച്ചയായതും. അതുകൊണ്ട് തന്നെ വെറും ഒരു കിംവദന്തിയുടെ പേരിൽ ഒരാളുടെ മാനത്തെ അല്ലെങ്കിൽ അന്തസ്സിനെയൊക്കെ ചോദ്യം ചെയ്യാൻ നമുക്ക് ഒരു അവകാശവുമില്ല. അപ്പൊ അവസാനമായിട്ട് ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. പുറമേ കാണുന്ന ആഡംബരങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പെർഫെക്റ്റ് റീലുകളോ ഒന്നുമല്ല യഥാർത്ഥ ജീവിതം എന്ന് ഈ ഒരു സംഭവം നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരുപാട് സംഘർഷങ്ങളും ഉണ്ടാകാം. വിവാഹ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിലും മാന്യമായിട്ട് അത് അവസാനിപ്പിച്ച് വേർപിരിയുന്നതിൽ അത് തെറ്റൊന്നുമല്ല. പക്ഷേ ഒപ്പം നിന്ന ഒരാളെയും അവരുടെ കുടുംബത്തെയും പൊതുസമൂഹത്തിന് മുന്നിൽ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും അഖിൽ ഈ ഒരു ഘട്ടത്തെ തരണം ചെയ്ത് ശക്തമായിട്ട് തന്നെ തന്റെ കരിയറിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതേസമയം ഓൺലൈനിൽ ഇരുന്ന് ആളുകളെ അപമാനിക്കുന്ന വിചാരണകൾ അവസാനിപ്പിക്കാൻ നമ്മളും തയ്യാറാകണം. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.